പീപ്പിൾ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ. നെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പറിലെ പീപ്പിൾ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് കുറേ സയൻറ്റിഫിക് ടേംസ് വരും. അപ്പോൾ ആ ടേംസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ശരിക്കും ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം വരുന്ന ടേം സ്പീഷീസ് എന്നുള്ളതാണ്. സ്പീഷീസ് എന്നുള്ള ടേമിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓർഗാനിസംസ് വിച്ച് റെസംബിൾസ് ഇൻ എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു കൂട്ടം ക്യാരക്ടേഴ്സിൽ സിമിലാരിറ്റീസ് ഉള്ള സെറ്റ് ഓഫ് ഓർഗാനിസംസ് ആണ് ഒരു സ്പീഷീസ്. ഏതൊരു ജീവിവർഗത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റാണ് സ്പീഷീസ് എന്നുള്ളത്. മനുഷ്യൻ്റെ കാര്യം എടുത്താൽ നമ്മൾ സാപ്പിയൻസ് എന്നുള്ള സ്പീഷീസിലാണ്. അതുപോലെ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റാണ് സ്പീഷീസ്. അടുത്ത ടേം പോപ്പുലേഷൻ ആണ്. ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് അധിവസിക്കുന്ന ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികളുടെ കൂട്ടത്തെയാണ് ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന ആ 6 ഘടകങ്ങളെ കുറിച്ച് ഉണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, അല്ലെങ്കിൽ അത് ജനന നിരക്കാണ്. അടുത്തത് മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ് ആണ്, മരണനിരക്കാണ്. അടുത്തത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, പോപ്പുലേഷൻ്റെ വളർച്ചാ നിരക്കാണ്. അടുത്തത് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഏജിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഓക്കെ, അടുത്തത് പോപ്പുലേഷൻ ഡിസ്പേർഷൻ. ഒരു പോപ്പുലേഷനിൽ നിന്ന് ഓർഗാനിസംസ് പുറത്തു നിന്ന് അകത്തേക്കോ ഒക്കെ നടത്തുന്ന മോഷനെ അല്ലെങ്കിൽ ചലനത്തെയാണ് പോപ്പുലേഷൻ ഡിസ്പേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്യാരിയിങ് റിസോഴ്സസ് ആണ്. അതായത് ഒരു ജീവിവർഗത്തിന് നിലനിൽക്കണമെങ്കിൽ ചില ഫിസിക്കൽ കണ്ടീഷൻസ് കൂടെ വേണ്ടി വരും. ഫുഡ്, വാട്ടർ, അങ്ങനെയുള്ള ആ ഘടകങ്ങളെ ആണ് ക്യാരിയിങ് റിസോഴ്സസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന 6 ഘടകങ്ങളാണ് ഉള്ളത്: നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഡിസ്പേർഷൻ ആൻഡ് ക്യാരിയിങ് റിസോഴ്സസ്. അടുത്ത ടേം പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ യൂണിറ്റ് ഏരിയയിൽ ഉള്ള ഒരു സ്പീഷീസിൽപ്പെട്ട ഓർഗാനിസംസിൻ്റെ നമ്പർ ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഒരു ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എടുക്കുമ്പോൾ കിലോമീറ്റർ സ്ക്വയറിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് പോപ്പുലേഷൻ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നാൽ പോപ്പുലേഷൻ ഡിസ്പേർഷൻ 3 രീതിയിലാണ് ഉള്ളത്: എമിഗ്രേഷൻ, ഇമിഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ. ഓക്കെ, എമിഗ്രേഷൻ എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഓർഗാനിസം പുറത്തോട്ട് പോകുന്നതാണ് എമിഗ്രേഷൻ. ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് എൻ ഓർഗാനിസം ഫ്രം എ പോപ്പുലേഷൻ. ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ പോപ്പുലേഷന്റെ അകത്തേക്ക് പുതിയൊരു ഓർഗാനിസം കടന്നു വരുന്നതിനെയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് എൻ ഓർഗാനിസം ടു എ പോപ്പുലേഷൻ. അടുത്തത് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ പീരിയോഡിക് മോഷൻ ആണ്. ഒരു പ്രത്യേക പീരീഡിൽ പുറത്തു പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഓർഗാനിസംസ്, അതാണ് മൈഗ്രേഷൻ. ദേശാടന പക്ഷികളൊക്കെ ഈ മൈഗ്രേഷൻ മൂവ്മെന്റിന് ഉദാഹരണമാണ്. അടുത്തത് നമ്മൾ സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞു. സ്പീഷീസുകൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ അധിവസിക്കുന്ന പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത ടേം വരുന്നത് കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യത്യസ്ത പോപ്പുലേഷനുകളുടെ കൂട്ടം. അതിനകത്ത് ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ഓർഗാനിസംസ് അപ്പോൾ ഉണ്ടാകും. ഈ കൂട്ടത്തെയാണ് കമ്മ്യൂണിറ്റി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ടേം എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ വസിക്കുന്ന വ്യത്യസ്ത പോപ്പുലേഷൻസും ആ പോപ്പുലേഷന് നിലനിൽക്കാൻ ആവശ്യമായ ഫിസിക്കൽ എൻവയോൺമെൻറ്റും കൂടെ ചേർന്നതാണ് എക്കോസിസ്റ്റം. അപ്പോൾ സ്പീഷീസ്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, ഏറ്റവും ഉയർന്ന ലെവലാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം നമ്മൾ ചുറ്റിലും കാണാറുണ്ട്. ഒരു കുളം എടുത്താൽ അതൊരു എക്കോസിസ്റ്റമാണ്, ഒരു വയലെടുത്താൽ അതൊരു എക്കോസിസ്റ്റമാണ്. അങ്ങനെ
നമ്മൾ മുന്നിൽ കാണുന്ന ഒരുപാട് എക്കോസിസ്റ്റംസ് ഉണ്ട്. എക്കോസിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ടെറസ്ട്രിയൽ എന്നും എക്വാട്ടിക് എന്നും. കരയിലുള്ളത് ടെറസ്ട്രിയലും വെള്ളത്തിലുള്ളത് എക്വാട്ടിക്കുമാണ്. നമ്മൾ എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ അതിന് 2 പാർട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ലിവിങ് പാർട്ടും ഉണ്ട്, നോൺ ലിവിങ് പാർട്ടും ഉണ്ട്. ലിവിങ് പാർട്ട് ഈ ഓർഗാനിസംസ് ആണെങ്കിൽ നോൺ ലിവിങ് പാർട്ട് ആ ഓർഗാനിസംസിന് നിലനിൽക്കാൻ ആവശ്യമായ ഫിസിക്കൽ കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ടേം കൂടെ പരിചയപ്പെടാം. അത് എക്കോട്ടോൺ ആണ്. എക്കോട്ടോൺ എന്ന് പറയുമ്പോൾ 2 വ്യത്യസ്ത വെജിറ്റേഷനുകളുടെ ട്രാൻസിഷൻ പോയിന്റിൽ ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുകയാണെങ്കിൽ ആ എക്കോസിസ്റ്റത്തിന് എക്കോട്ടോൺ എന്ന് പറയുന്നു. ആ ഒരു എക്കോട്ടോണിൽ തീർച്ചയായിട്ടും 2 ബൗണ്ടറികളുടെയും എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റിനെയാണ് എഡ്ജ് എഫക്റ്റ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എക്കോട്ടോൺ, എഡ്ജ് എഫക്റ്റ്, ആ 2 ടേംസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് എക്കോസിസ്റ്റത്തിന്റെ ഘടകങ്ങളിലേക്ക് വരാം. നമ്മൾ അതിന് ലിവിങ് പാർട്ടും നോൺ ലിവിങ് പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ലിവിങ് പാർട്ടിനെ നമ്മൾ ബയോട്ടിക് പാർട്ട് എന്നും നോൺ ലിവിങ് പാർട്ടിനെ അബയോട്ടിക് പാർട്ട് എന്നും പറയും. ബയോട്ടിക് പാർട്ടിലേക്ക് വരുമ്പോൾ ബയോട്ടിക് പാർട്ടിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് തിരിക്കാം. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാം, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. അത്തരം ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ഇനി ആ പ്രൊഡ്യൂസേഴ്സിനെ ഏതെങ്കിലും രീതിയിൽ ഫുഡ് ആക്കിക്കൊണ്ട് അധിവസിക്കുന്ന ഓർഗാനിസംസ് ആണ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവർ ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, അടുത്തത് അവസാനത്തേത് ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസേഴ്സ് എന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കി വെച്ച ഓർഗാനിക് മെറ്റീരിയലിനെ തിരിച്ച് ഇനോർഗാനിക് മെറ്റീരിയൽ ആക്കുന്ന സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ഡീകമ്പോസേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസേഴ്സിലേക്ക് കടന്നാൽ നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മണ്ണിൽ നിന്ന് മിനറൽസിനെയും മെറ്റീരിയൽസിനെ ഒക്കെ വലിച്ചെടുക്കുന്നു. അത് ഇനോർഗാനിക് മെറ്റീരിയൽ ആണ്. അതുപോലെ ജലം വലിച്ചെടുക്കുന്നു. ഇതിനെ ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. ഇതൊക്കെ ക്ലോറോഫിൽ ഹരിതകത്തിൽ വെച്ചിട്ട് സൺലൈറ്റിന്റെ ഫോമിലുള്ള എനർജിയുടെ സാന്നിധ്യത്തിൽ അത് റിയാക്ഷൻ, ഫോട്ടോസിന്തസിസ് എന്നുള്ള റിയാക്ഷൻ നടന്നിട്ടാണ് ലോകത്തിലേക്ക് മുഴുവൻ വേണ്ടിയുള്ള ഫുഡ് ഗ്രീൻ പ്ലാന്റ്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ ആ ഗ്രീൻ പ്ലാന്റ്സ് ആണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്. അടുത്ത ടേം കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ആദ്യം ഹെർബിവോസ്, ദെൻ കാർണിവേഴ്സ്, ദെൻ ഒംനിവേഴ്സ് ആൻഡ് ഫോർത്ത് ഡെട്രിറ്റോവേഴ്സ്. ഹെർബിവോസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ പ്ലാന്റ്സിനെ മാത്രം ഫുഡാക്കിക്കൊണ്ട് ജീവിക്കുന്ന സസ്യബുക്കുകൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ടേം ആണ് ഹെർബിവോസ്. ഓക്കെ, അവർ ഗ്രീൻ പ്ലാന്റ്സിനെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അടുത്തത് കാർണിവേഴ്സ് വന്നാൽ കാർണിവേഴ്സ് മറ്റ് ഓർഗാനിസംസിനെ ഫുഡാക്കും. അത് നമ്മൾ മാംസബുക്കുകൾ എന്ന് മലയാളത്തിൽ പറയും. മറ്റ് ഓർഗാനിസംസിനെ ഫുഡാക്കുന്ന ഓർഗാനിസംസ് ആണ് കാർണിവേഴ്സ്. കാർണിവേഴ്സിനെ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം, സെക്കൻഡറി ആൻഡ് ടെറിഷറി. സെക്കൻഡറി കാർണിവേഴ്സ് എന്ന് വെച്ചാൽ ഹെർബിവേഴ്സിനെ മാത്രം ആഹാരമാക്കുന്ന കാർണിവേഴ്സ് ആണ് സെക്കൻഡറി കാർണിവേഴ്സ്. അതേസമയം ടെറിഷറി കാർണിവേഴ്സ് എന്ന് വെച്ചാൽ ടെറിഷറി കാർണിവേഴ്സിന്റെ ആഹാരവും കാർണിവേഴ്സ് ആയിരിക്കും. കാർണിവേഴ്സിനെ തന്നെ ആഹാരമാക്കുന്ന കാർണിവേഴ്സ് ആണ് ടെറിഷറി കാർണിവേഴ്സ്. ഓക്കെ, അടുത്ത ടേം ഒംനിവേഴ്സ് ആണ്. ഒംനിവേഴ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒരുപോലെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസംസ് ആണ് ഒംനിവേഴ്സ്. മനുഷ്യൻ ഒംനിവേഴ്സ് പെട്ടതാണ്. ക്യാറ്റ്, റാറ്റ് തുടങ്ങിയ ഓർഗാനിസംസ് ഒക്കെ ഒംനിവേഴ്സ് പെട്ടതാണ്. 4ാമത്തെ വിഭാഗം ഡെട്രിറ്റോവേഴ്സ് ആണ്. ഡെട്രിറ്റോവേഴ്സിന്റെ പ്രത്യേകത അവർ ഡെഡ് ഓർഗാനിസംസിനെ മാത്രമാണ് ആഹാരമാക്കി മാറ്റുന്നത്. എർത്ത് വോമിനെ പോലെയുള്ള ഓർഗാനിസംസ് ഡെട്രിറ്റോവേഴ്സിൽ പെട്ടതാണ്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, കൺസ്യൂമേഴ്സ് പറഞ്ഞു. അടുത്തത് ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസേഴ്സ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ വീണ്ടും ഇനോർഗാനിക് മെറ്റീരിയലാക്കി മണ്ണിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് ഈ 3 വിഭാഗത്തിലൂടെയും ഒരു സർക്കിൾ തന്നെ നടക്കുന്നുണ്ട്. ഇനോർഗാനിക് മെറ്റീരിയലിനെ പ്രൊഡ്യൂസേഴ്സ് വലിച്ചെടുത്ത് ഓർഗാനിക് മെറ്റീരിയൽ ആക്കുന്നു. അതിനെ കൺസ്യൂമേഴ്സിലൂടെ ഇങ്ങനെ കൈമാറി വന്ന്
അവസാനം ഡീകമ്പോസേഴ്സ് തിരിച്ച് മണ്ണിലുള്ള ഇനോർഗാനിക് മെറ്റീരിയലാക്കി മാറ്റുന്നു. അതിനെ വീണ്ടും സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാം. അങ്ങനെ അതൊരു സർക്കിളായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇനി എക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് പാർട്ട് അല്ലെങ്കിൽ നോൺ ലിവിങ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നോൺ ലിവിങ് പാർട്ട് എന്ന് പറയുമ്പോൾ ചില ഫിസിക്കൽ കണ്ടീഷൻസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ടെമ്പറേച്ചർ, ലൈറ്റ്, പ്രഷർ, അങ്ങനെയുള്ള ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ജീവി വിഭാഗത്തിനും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം കണ്ടീഷൻസിനെ എക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് പാർട്ട് അല്ലെങ്കിൽ നോൺ ലിവിങ് പാർട്ട് എന്ന് നമ്മൾ പറയുന്നു. അടുത്തത് എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. എക്കോസിസ്റ്റത്തിന് ഏത് എക്കോസിസ്റ്റത്തിനും കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തേത് അത് ഫുഡ് ചെയിൻസും ഫുഡ് വെബ്സും കണ്ടെയ്ൻ ചെയ്യുന്നു. ഫുഡ് ചെയിൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ആദ്യം പ്രൊഡ്യൂസേഴ്സിനെ ഹെർബിവോസ് ആഹാരമാക്കുന്നു, അതിനെ കാർണിവോസ് ആഹാരമാക്കുന്നു, അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള ഒരു ചെയിനാണ് ഫുഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇത്തരം ചെയിനുകൾ എല്ലായിടത്തും നിലനിൽക്കും. ഫുഡ് ചെയിൻ എന്നുള്ളതിന് ഈറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റൺ എന്ന് നമുക്ക് ചുരുക്കി പറയാം. അടുത്തത് ഫുഡ് വെബാണ്. ഫുഡ് വെബ് എന്ന് വെച്ചാൽ ഈ ഓരോ ഫുഡ് ചെയിനും ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ല, അവ പലപ്പോഴും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസിന്റെ നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് ഫുഡ് വെബ്. ഓക്കെ, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസിന്റെ നെറ്റ്വർക്കിനെയാണ് ഫുഡ് വെബ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത്, ഏത് എക്കോസിസ്റ്റത്തിലും ദർ വിൽ ബി എ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി. എനർജിയുടെ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ഏത് എക്കോസിസ്റ്റത്തിലും ഉണ്ടാകും. അപ്പോൾ എനർജി നമുക്കറിയാം സണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പ്രൊഡ്യൂസേഴ്സ് വലിച്ചെടുക്കുന്നു, അങ്ങനെ പ്രൊഡ്യൂസേഴ്സിലൂടെ കൺസ്യൂമേഴ്സിലൂടെ അതിങ്ങനെ കടന്നു പോകുന്നു. എനർജി ഫ്ലോ എപ്പോഴും യൂണി ഡയറക്ഷനിലായിരിക്കും, ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിരിക്കും എനർജി ഫ്ലോ ചെയ്യുന്നത്. അടുത്തത്, there will be a cyclic flow ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫ്ലോവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടിട്ട് അത് വീണ്ടും ഡീകമ്പോസേഴ്സിലൂടെ തിരിച്ച് മണ്ണിലേക്ക് ഇങ്ങനെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സൈക്ലിക് ഫ്ലോ ആണ്. ഈ മെറ്റീരിയൽസിൻ്റെ ഫ്ലോ എക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് പാർട്ടും ബയോട്ടിക് പാർട്ടും രണ്ടും പങ്കെടുക്കുന്ന ഒരു ഫ്ലോ ആണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, അത് സൈക്ലിക് ആണ്. അടുത്തത്, എവറി എക്കോസിസ്റ്റം ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സസ്റ്റെയിൻ സം പ്രൈമറി പ്രൊഡക്ഷൻ ആൻഡ് സം സെക്കൻഡറി പ്രൊഡക്ഷൻ. ഏത് എക്കോസിസ്റ്റവും കുറച്ച് പ്രൈമറി പ്രൊഡക്ഷനെയും സെക്കൻഡറി പ്രൊഡക്ഷനെയും സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അടുത്തത്, ഏത് എക്കോസിസ്റ്റത്തിനും സെൽഫ് റെഗുലേറ്റ് ചെയ്യാനും സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഈ ഒരു കപ്പാസിറ്റി കൊണ്ടാണ് എക്കോസിസ്റ്റംസ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീഡിംഗ് ലെവലിലെ ഓർഗാനിസത്തിൻ്റെ നമ്പർ വല്ലാതെ കൂടുകയോ അല്ലെങ്കിൽ വല്ലാതെ കുറയോ ചെയ്താൽ അത് എക്കോസിസ്റ്റത്തെ മുഴുവൻ താറുമാറാക്കാൻ കഴിയും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓരോ എക്കോസിസ്റ്റവും സെൽഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്കോളജിക്കൽ പിരമിഡ്സിനെ കുറിച്ചാണ്. എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്കോളജിക്കൽ ആയിട്ടുള്ള ഡാറ്റയെ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് എക്കോളജിക്കൽ പിരമിഡ്. എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേക തരങ്ങളുണ്ട്. അപ്പോൾ പിരമിഡ്സ് നമ്മൾ പ്രധാനമായിട്ടും 3 രീതിയിലാണ് പിരമിഡുകളായിട്ട് അടയാളപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് അപ്രൈറ്റ് പിരമിഡ്, രണ്ടാമത്തേത് പാർട്ട്ലി അപ്രൈറ്റ്, അടുത്തത് ഇൻവേർട്ടഡ്. ഈ പിരമിഡിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ രൂപത്തിൽ നമ്മൾ ഡാറ്റയെ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അടിയിൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സിനെ ആയിരിക്കണം നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതിന് മേലെ തൊട്ട് മേലെയായിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സ്, പിന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അങ്ങനെ ഏത് പിരമിഡാണെങ്കിലും ഏറ്റവും അടിയിൽ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഈ എക്കോളജിക്കൽ പിരമിഡിൻ്റെ ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ചാൾസ് എൽട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ആ പേര് നമ്മളൊന്ന് ഓർത്ത് വെക്കണം, ചാൾസ് എൽട്ടൺ. ഓക്കെ, ഇനി നമുക്ക് പിരമിഡ് നോക്കാം. ഫസ്റ്റ് അപ്രൈറ്റ് പിരമിഡാണ്. ഓക്കെ,
ഈ കാണുന്നതാണ് അപ്രൈറ്റ് പിരമിഡ്. അപ്രൈറ്റ് പിരമിഡിന്റെ ഏറ്റവും ഈ അപ്രൈറ്റ് പിരമിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് പിരമിഡിനെയും ഏറ്റവും അടിയിൽ ഉണ്ടാവുക പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്രൈറ്റ് പിരമിഡിന്റെ പ്രത്യേകത അവിടെ ഏറ്റവും വലുത് കണ്ടോ, ഏറ്റവും വലുപ്പം ഉള്ളത് പ്രൊഡ്യൂസേഴ്സിനാണ്. പിരമിഡിന്റെ ഏറ്റവും വലിയ ഭാഗം അതിന്റെ ബേസ് ആയിരിക്കും. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. അതിപ്പോ അളക്കുന്നത് എന്ത് തന്നെയായാലും, ചിലപ്പോൾ നമ്പർ ആയിരിക്കും, ചിലപ്പോൾ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ ബയോമാസ് ആയിരിക്കും, എന്ത് തന്നെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിലും അത് ഏറ്റവും കൂടുതലുള്ളത് പ്രൊഡ്യൂസേഴ്സിനാണ് എന്ന് മനസ്സിലാക്കണം. അതിലും കുറച്ച് കുറവാണ് പ്രൈമറി കൺസ്യൂമേഴ്സിന്, അതിലും കുറവാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സിന്. അങ്ങനെ ഫീഡിംഗ് ലെവല് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അളവ് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഡാറ്റയെ ഈ അപ്രൈറ്റ് പിരമിഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് പാർട്ട്ലി അപ്രൈറ്റ് പിരമിഡ് ആണ്. പാർട്ട്ലി അപ്രൈറ്റ് പിരമിഡിന്റെ പ്രത്യേകത അതിന്റെ അടിഭാഗം ചെറുതാണ്. ഏറ്റവും ചെറുത് പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും കുറവാണ്. അതിൽ കുറച്ച് കൂടുതൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്, പക്ഷെ അതിലും കുറവാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് വരുമ്പോൾ. ഇത്തരം ഡാറ്റ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ പാർട്ട്ലി അപ്രൈറ്റ് പിരമിഡിലാണ് അടയാളപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ ഭാഗം ഇൻവേർട്ടഡ് പിരമിഡ് ആണ്. അടുത്തത് ഇൻവേർട്ടഡ് പിരമിഡ് ആണ്. ഇൻവേർട്ടഡ് പിരമിഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇൻവേർട്ടഡ് പിരമിഡിൽ വരുമ്പോൾ അതിൻ്റെ അടിഭാഗമാണ് ഏറ്റവും ചെറുത്. അടിഭാഗത്ത് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം ഏറ്റവും കുറവ്, അതിലും കൂടുതലുള്ളത് പ്രൈമറി കൺസ്യൂമേഴ്സ്, അതിലും കൂടുതൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അങ്ങനെ വരുന്ന ഡാറ്റ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഈ ഇൻവേർട്ടഡ് പിരമിഡിലാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇക്കോളജിയിൽ എങ്ങനെയാണ് ഈ പിരമിഡുകൾ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇക്കോളജിയിൽ പ്രധാനമായിട്ടും 3 പിരമിഡുകളാണ്, 3 തരം പിരമിഡുകളാണ് ഉള്ളത്. പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ ആൻഡ് പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ പിരമിഡ് ഓഫ് എനർജിയിലേക്ക് വന്നാൽ, എനർജിയെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. എനർജിയുടെ ഫ്ലോ എപ്പോഴും യൂണി ഡയറക്ഷണൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അത് സണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം ഓരോ ഫീഡിംഗ് ലെവലിലേക്ക് അതിങ്ങനെ കൈമാറി പോകുന്നു. ഒരു ഓർഗാനിസത്തിൽ നിന്ന് അടുത്ത ഓർഗാനിസത്തിലേക്ക് എത്തുമ്പോൾ എനർജിയിൽ എപ്പോഴും ഒരു കൺസിഡറബിൾ ലോസ് ഉണ്ടാകും. ആ ലോസ് ഹീറ്റിന്റെ ഫോമിൽ ആണ് നഷ്ടപ്പെടുന്നത്. ഒരു ഓർഗാനിസത്തിൽ നിന്ന് അടുത്തതിലെത്തുമ്പോൾ കുറച്ച് എനർജി നഷ്ടപ്പെടും, അത് ഹീറ്റിന്റെ ഫോമിലായിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫീഡിംഗ് ലെവലിൽ നിന്ന് അടുത്ത ഫീഡിംഗ് ലെവലിൽ എത്തുമ്പോൾ എനർജി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഏത് എക്കോസിസ്റ്റത്തിൻ്റെയും എനർജി പിരമിഡ് അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും. അപ്രൈറ്റ് പിരമിഡ് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ഏറ്റവും എനർജി ഉണ്ടാവുക പ്രൊഡ്യൂസേഴ്സിന്, അതിൽ നിന്ന് കുറവ് പ്രൈമറി കൺസ്യൂമേഴ്സിന്, അതിൽ കുറവ് സെക്കൻഡറി കൺസ്യൂമേഴ്സിന്. അങ്ങനെയുള്ള ഒരു അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും ഏത് എക്കോസിസ്റ്റത്തിൻ്റെയും എനർജി പിരമിഡ്. അടുത്തത് നമ്പർ പിരമിഡ് ആണ്. നമ്പർ പിരമിഡ് നമ്മൾ നേരത്തെ കാണിച്ച 3 രീതിയിലും കാണുന്നുണ്ട്. അതായത് അപ്രൈറ്റ് നമ്പർ പിരമിഡ് ഉണ്ട്, പാർട്ട്ലി അപ്രൈറ്റ് നമ്പർ പിരമിഡ് ഉണ്ട്, ആൻഡ് ഇൻവേർട്ടഡ് നമ്പർ പിരമിഡ് ഉണ്ട്. അപ്രൈറ്റ് നമ്പർ പിരമിഡിന് ഒരു ഉദാഹരണമാണ് ഗ്രാസ് ലാൻഡ്. ഗ്രാസ് ലാൻഡിൽ നമുക്കറിയാം നമ്പറിൽ ഏറ്റവും കൂടുതൽ ഗ്രാസ് തന്നെയായിരിക്കും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ നമ്പറാണ് ഏറ്റവും കൂടുതൽ. അതിലും കുറവ് ഹെർബിവോഴ്സിന്റെ നമ്പർ ആയിരിക്കും, അതിലും കുറവായിരിക്കും കാർണിവോഴ്സിന്റെ നമ്പർ. അപ്പോൾ അതൊരു അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും. ഓക്കെ, അടുത്തത് പാർട്ട്ലി അപ്രൈറ്റ് പിരമിഡിന് ഉദാഹരണമാണ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഈ ഗ്രീൻ പ്ലാന്റ്സിന്റെ നമ്പറിനേക്കാൾ കൂടുതൽ ഹെർബിവോഴ്സിന്റെ നമ്പർ ഉണ്ടാവും. പക്ഷെ കാർണിവോഴ്സിന്റെ നമ്പർ എത്തുമ്പോൾ അത് അതിലും കുറവായിരിക്കും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കുറവ്, അതിലും കുറച്ച് കൂടുതലായിരിക്കും പ്രൈമറി കൺസ്യൂമേഴ്സ്, അതിലും കുറവായിരിക്കും സെക്കൻഡറി സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അപ്പോൾ അടിയിൽ ഏറ്റവും കുറവ്, കുറച്ചുകൂടി, പിന്നെ കുറഞ്ഞു. അങ്ങനെയുള്ള പാർട്ട്ലി അപ്രൈറ്റ് പിരമിഡിന് ഉദാഹരണമാണ് ഫോറസ്റ്റിലെ നമ്പർ പിരമിഡ്. അടുത്തത് ഇൻവേർട്ടഡ് പിരമിഡ്. ഇൻവേർട്ടഡ് പിരമിഡിന് ഉദാഹരണമാണ് പാരസൈറ്റിക് ഫുഡ് ചെയിൻ ഇൻ എ ട്രീ. ഒരു ട്രീയിലുള്ള പാരസൈറ്റിക് ഫുഡ് ചെയിന് ഇൻവേർട്ടഡ് നമ്പർ പിരമിഡിന് ഉദാഹരണമാണ്. കാരണം അവിടെ പ്രൊഡ്യൂസറിന്റെ നമ്പർ ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ട്രീയേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്പർ അവിടെ ഹെർബിവോഴ്സ് ഉണ്ടാവും.
അതിലും കൂടുതൽ ഈ ഹെർബിവോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പാരസൈറ്റ്സ് ഉണ്ടാകും. അതിനേക്കാൾ കൂടുതൽ ഹൈപ്പർ പാരസൈറ്റ്സ് ഉണ്ടാകും. അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ നമ്പർ ഏറ്റവും കുറവ്, പ്രൈമറി കൺസ്യൂമറിൻ്റെ നമ്പർ അതിലും കൂടുതൽ, സെക്കൻഡറി കൺസ്യൂമർ അതിലും കൂടുതൽ, അങ്ങനെ ലെവൽ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്ന ഒരു നമ്പർ പിരമിഡാണ് ഒരു ട്രീയിലെ പാരസൈറ്റിക് ഫുഡ് ചെയിൻ പിരമിഡ്. ഓക്കെ, അടുത്തത് ബയോമാസ് പിരമിഡ്. അതിനു മുമ്പ് ബയോമാസ് എന്താണ് എന്ന് നമ്മൾ പറയണം. ബയോമാസ് എന്ന് വെച്ചാൽ ഓരോ ഫീഡിംഗ് ലെവലിലെയും ഓർഗാനിസംസിൻ്റെ ഡ്രൈഡ് മാസ്, അതാണ് ബയോമാസ്. ഓക്കെ, അപ്പോൾ ബയോമാസ് പിരമിഡ് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് നമുക്ക് നോക്കാം. അത് 2 രീതിയിലാണുള്ളത്. അപ്രൈറ്റ് പിരമിഡും ഉണ്ട്, ഇൻവേർട്ടഡ് പിരമിഡും ഉണ്ട്. അപ്രൈറ്റ് പിരമിഡ് എടുക്കുമ്പോൾ ഉദാഹരണം ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ നമുക്കറിയാം അവിടെയുള്ള ഗ്രീൻ പ്ലാന്റ്സ്, ട്രീസ്, അതിൻ്റെ ഒക്കെ ബയോമാസ് എടുത്തു നോക്കിയാൽ എന്തായാലും അത് ഓർഗാനിസംസിൻ്റെ ബയോമാസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബയോമാസ് ഉണ്ടാവുക പ്രൊഡ്യൂസേഴ്സിനാണ്. അതിലും കുറച്ച് കുറവായിരിക്കും ഹെർബിവോഴ്സിൻ്റെ ബയോമാസ്, അതിലും കുറവായിരിക്കും കാർണിവോഴ്സിൻ്റെ ബയോമാസ്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറസ്റ്റിലെ ബയോമാസ് പിരമിഡ് അപ്രൈറ്റ് ആയിരിക്കും. പിന്നെ ഇൻവേർട്ടഡ് ബയോമാസ് പിരമിഡ്. ഇൻവേർട്ടഡ് ബയോമാസ് പിരമിഡിന് ഒരു എക്സാമ്പിളാണ് എക്വാട്ടിക് സിസ്റ്റം. എക്വാട്ടിക് സിസ്റ്റത്തിൽ നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സിൻ്റെ മാസ് വളരെ കുറവായിരിക്കും. കുറച്ച് ഫൈറ്റോപ്ലാങ്ക്ടൺസ് മാത്രമേ അവിടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ഉണ്ടാകൂ. അതിലും കൂടുതൽ ഹെർബിവോഴ്സിൻ്റെ മാസ് ഉണ്ടാവും, അതിലും കൂടുതൽ കാർണിവേഴ്സിൻ്റെ മാസ് ഉണ്ടാവും. അപ്പോൾ എക്വാട്ടിക് സിസ്റ്റത്തിലെ ബയോമാസ് പിരമിഡ് ഓൾവേസ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്വാട്ടിക് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു 3 ടേംസും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. ആദ്യത്തേത് യൂട്രോഫിക്. യൂട്രോഫിക് എന്ന് വെച്ചാൽ ഒരു ഒപ്റ്റിമം ലെവൽ, ഒരു ഗുഡ് ലെവൽ ഓഫ് മിനറൽസ് ഉള്ള അക്വാട്ടിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് യൂട്രോഫിക്. അങ്ങനെ ആകുമ്പോൾ അവിടെയുള്ള ഓർഗാനിസംസിൻ്റെ കണ്ടീഷൻസ് വളരെ നല്ലതായിരിക്കും. ഒപ്റ്റിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലെവൽ, ഗുഡ് ലെവൽ ഓഫ് മിനറൽസ് ഉള്ള അക്വാട്ടിക് സിസ്റ്റത്തിൻ്റെ കണ്ടീഷനാണ് യൂട്രോഫിക്. അടുത്തത് ഒളിഗോട്രോഫിക്. ഒളിഗോട്രോഫിക് എന്ന് വെച്ചാൽ വാട്ടർ ബോഡീസ് ഡെഫിഷ്യൻറ്റ് ഇൻ മിനറൽസ്. മിനറൽസിൻ്റെ സാന്നിധ്യം കുറവുള്ള വാട്ടർ ബോഡീസിനെ ഒളിഗോട്രോഫിക് എന്ന് പറയും. ഒളിഗോട്രോഫിക്. അടുത്തത് ഡിസ്ട്രോട്രോഫിക് ആണ്. ഡിസ്ട്രോട്രോഫിക് എന്ന് പറയുമ്പോൾ മിനറൽസ് അധികമായതുകൊണ്ട്, മിനറൽസിൻ്റെ ആധിക്യം കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിനെ സൂചിപ്പിക്കുന്ന ടേമാണ് ഡിസ്ട്രോട്രോഫിക്. അപ്പോൾ ആ 3 ടേംസും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം: യൂട്രോഫിക്, ഒളിഗോട്രോഫിക് ആൻഡ് ഡിസ്ട്രോട്രോഫിക്.